പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2026 ജനുവരി 31 നേമം പറവൂർ ഡീൽ എന്ന പേരിൽ ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. നേമത്ത് മത്സരിക്കാൻ VD സതീഷിനെ അദ്ദേഹം ക്ഷണിക്കുകയാണ് ചെയ്തത്. ഈ സന്ദർഭത്തിൽ നേമത്തേക്ക് VD സതീഷിനെ ക്ഷണിക്കുന്ന ശിവൻകുട്ടിയെ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ പല ഘട്ടങ്ങളിലായി CPM BJP ഡീല് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ പലപ്പോഴുമൊക്കെ കോൺഗ്രസിൻ്റെ മേൽ സംഘപരിവാരത്തിൻ്റെ പട്ടം ചാർത്തി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന വിമത കോൺഗ്രസ്സുകാർക്ക് BJP പിന്തുണയുണ്ട് എന്നും മറ്റും പറഞ്ഞ് കോൺഗ്രസിൻ്റെ മേൽ ഈ സംഘപരിവാര ബന്ധം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസും സംഘപരിവാറും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ വി ശിവൻകുട്ടിയെ 2021 ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സുഹൃത്തുക്കളെ, ഗുരുവായൂരിലും തലശ്ശേരിയിലും എന്താണ് സംഭവിച്ചത് എന്ന്? 2016 ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് 25,000-ലധികം വോട്ടുകൾ ലഭിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ആ ഫിഗർ, അതിൻ്റെ എക്സാക്റ്റ് ഫിഗർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലും BJPക്ക് 20,000-ലധികം വോട്ടുകൾ 2016 ലഭിച്ചിരുന്നു. പക്ഷേ 2021 ഗുരുവായൂരിലോ തലശ്ശേരിയിലോ BJP സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. നിലവിലെ സ്പീക്കർ AN ശംസീറാണ് തലശ്ശേരിയിൽ നിന്നുള്ള ഇന്നത്തെ ജനപ്രതിനിധി. അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയുടെ പേര് അക്ബർ, അദ്ദേഹവും ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ടിടങ്ങളിലും BJPക്ക് സ്ഥാനാർത്ഥികളില്ലാതെ പോയത്? പിന്നീട് NDAയിലെ ഒരു ഘടകകക്ഷി അവിടെ മത്സരിക്കുകയും 6,000-ഓളം വോട്ടുകൾ നേടുകയുമാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ വി ശിവൻകുട്ടി ആരോപിക്കുന്നത് പോലെ പറവൂർ നേമം ഡീലല്ല ഇവിടെ നിലനിൽക്കുന്നത്. മറിച്ച് ഈ സംഘപരിവാർ ശക്തികളുമായി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിൻ്റേതായ ചരിത്രം ഇടതുപക്ഷ പാർട്ടികൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് വി ശിവൻകുട്ടി ഓർക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികളെ ഇങ്ങനെ കബളിപ്പിക്കാമെന്ന് ശിവൻകുട്ടിയോ ഇടതുപക്ഷ നേതാക്കളോ കരുതരുത്. നന്ദി, നമസ്കാരം.